guys, assalamu alaikum. Welcome back to my channel. Chikoo shake ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായതിനു ശേഷം അമൃതം പൊടി 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ കുറച്ച് വെച്ച് കരിയാതെ നന്നായി ഇളക്കി കൊടുക്കാം. അമൃതം പൊടി വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ ചിക്കൂ ഷേക്കിൽ മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. കരിയാതെ നല്ല ഇളക്കി കൊടുത്തിട്ട് നന്നായി ഒരു മൂത്ത മണം വരുന്ന ടൈമിൽ നമുക്ക് 1/2 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചതിന് ശേഷം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. കുട്ടികൾക്കൊക്കെ കുറുക്ക് ഉണ്ടാക്കണ പോലെ തന്നെയാണ് നമ്മൾ ഈ മിക്സ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ നമുക്ക് അമൃതം പൊടിന് പകരമൊക്കെ ആയിട്ട് നമ്മൾ ചിക്കൂ ഷേക്കിൽ ബൂസ്റ്റ് അതുപോലെ തന്നെ ഹോർലിക്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ അമൃതം പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ കുറുകി വരുന്ന ടൈമിൽ നമുക്ക് വീണ്ടും കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ 1/2 കപ്പ് പാലും കൂടെ വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ചെറിയൊരു കുറുക്കാക്കണ പോലെ ആക്കിയെടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഒരുപാട് നമ്മൾ ടൈറ്റാക്കാൻ നിൽക്കരുത്. കുറച്ച് ലൂസായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ചട്ടിൻ്റെ ചൂടിൽ വീണ്ടും നല്ല തിക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പോൾ നമുക്കിത് കറക്റ്റ് പാകത്തിനായിട്ടുള്ള നമ്മുടെ കുറുക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. മിക്സൊക്കെ നന്നായി ആറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ കറക്റ്റ് പാകത്തിലാവണം. അപ്പോൾ ഒരുപാട് കുറുകി വരരുത്. അപ്പോൾ കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അമൃതം പൊടി കൊണ്ട് ആരും ഇതുവരെ ജ്യൂസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ നല്ല പഴുത്ത ചിക്കു എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞ് 6 ചിക്കു ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായി പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നന്നായി പേസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ കുറുക്കിലൊന്നും നേരത്തെ ഉണ്ടാക്കിയ കുറുക്കിലൊന്നും നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് പഞ്ചസാര ആഡ് ചെയ്തത്. ഇനി 1/2 കപ്പ് പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പാൽ മാത്രം ചേർത്താൽ നമുക്ക് ഒരുപാട് തിക്കായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ വെള്ളം കൂടെ ഒന്ന് തണുത്ത വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ജ്യൂസാക്കി നല്ല അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ജഗ്ഗിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചിക്കൂ ഷേക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ് അമൃതം പൊടി കൊണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല രുചി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്കൊരു അടുത്തൊരു ഐറ്റമാണ് നമ്മുടെ ഇലയട, നമ്മുടെ നാടൻ ഇലയട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാവ് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് 3 കപ്പ് നമ്മുടെ അരിപ്പൊടി അതും കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ വാട്ടിയെടുക്കാം. പത്തിരിക്കൊക്കെ ഉണ്ടാക്കണ പോലെ നമുക്ക് മാവ് വാട്ടിയെടുക്കണം. അപ്പോൾ ഇലയടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. 1/2 മുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 അച്ച് നമ്മുടെ ശർക്കര നമ്മൾ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ നമ്മുടെ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നല്ല മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇലയുടെ ഉണ്ടാക്കുന്നത് തേക്കിൻ്റെ ഇല കൊണ്ടാണ്, വാഴയില കൊണ്ടും ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതാ മിക്സൊക്കെ ഒരു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് നേന്ത്രപ്പഴം അരിഞ്ഞതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടിയിട്ടുണ്ട്, മാവൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ചെറുതായിട്ടൊന്ന് നമ്മുടെ ഈ തേക്കിൻ്റെ ഇലയിലേക്ക് ഒന്നും കൂടെ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ഒരു ബോൾ മാവ് നമുക്കിതിലേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് എല്ലാ സൈഡും നന്നായിട്ട് പരത്തി എടുക്കുക. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കയ്യൊക്കെ ഒട്ടിപ്പിടിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ മുക്കിയിട്ട് നമുക്ക് എല്ലായിടത്തും നന്നായിട്ട് നല്ല നെയ്സായിട്ട് തന്നെ നമുക്ക് എല്ലായിടത്തും പരത്തി കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങൻ്റെ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം നടുവിലായിട്ട്. അപ്പോൾ ഒരുപാട് വെക്കണ്ട, കുറച്ച് നമ്മൾ നമ്മുടെ മിക്സിൻ്റെ മാവിനനുസരിച്ച് വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുവിലായിട്ട് കുറച്ച് നമ്മൾ നേന്ത്രപ്പഴം അരിഞ്ഞതും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ആ ടൈമിൽ തന്നെ നമ്മൾ വെള്ളം കൂടെ തിളപ്പിക്കാൻ വെക്കാം.
ഇഡ്ഡലി പാത്രത്തിലാണ് ആവി കയറ്റാൻ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഓരോ ഇലയുടെയായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ജ്യൂസൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മുടെ ചിക്കു ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നടുവിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച അമൃതം പൊടിൻ്റെ മിക്സും കൂടെ ഇതിൻ്റെ നടുവിൽ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മുടെ ചിക്കു ഷേക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കുകയാണ്. വീണ്ടും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു ഫ്ലേവറാണ്. അമൃതം പൊടിയും കൊണ്ട് നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് നമ്മുടെ പള്ളിക്കഞ്ഞിയും കൂടിയുണ്ട്, നമ്മുടെ ജീരകക്കഞ്ഞി. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്ക് നമ്മൾ എണ്ണക്കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്നും എണ്ണക്കടികൾ കഴിച്ച് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതൊന്നല്ലല്ലോ. അപ്പോൾ ഇന്ന് എണ്ണക്കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിന് പകരമാണ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിന്ന് ഇലയട കഴിച്ച് നോക്കിയാലോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. അതേപോലെ നമ്മുടെ പഴം ഇട്ടതിൻ്റെ നല്ലൊരു ഫ്ലേവറും കൂടെ ഇതിലുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വെറൈറ്റി ആയിട്ട് എല്ലാവരും എണ്ണക്കടികളിൽ നിന്നൊക്കെ ഇപ്പോൾ നമ്മുടെ നാടൻ ഭക്ഷണത്തിലൊക്കെ ഇടയ്ക്ക് വരിക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നോമ്പിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് അകറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പള്ളിക്കഞ്ഞിയും കൂടെ ഒന്ന് കുടിക്കാം. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിന് ഭയങ്കര റാഹത്താണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെയൊക്കെ അടുത്തുള്ള പള്ളികളിലൊക്കെ ഒന്ന് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് വാങ്ങി കുടിച്ചു നോക്കുക. അല്ലെങ്കിൽ വീടുകളിലൊക്കെ ഒന്ന് ജീരകക്കഞ്ഞിയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുക. നമ്മൾ നോമ്പ് കാലത്തൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ഇന്നത്തെ നോമ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.